പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നോദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. വിശുദ്ധ യൂദാസ്ലീഗ എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മിശിഹാ മകളെ അനുഗ്രഹിക്കട്ടെ. സ്വപ്നങ്ങളിൽ നിഗമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തോന്നില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായേൻ്റെ മാർഗത്തിലൂടെ നയിക്കുകയും ലാഭിച്ച കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറിയുടെ പ്രഘോഷണത്തിൽ നശിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നും കുടിച്ചും വന്നിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിനാൽ തുരുത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി കടുപുഴുങ്ങിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ്. അവർ തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ്. വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാരഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11-14 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധചിത്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി
തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇത് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. എത്ര അധ്യായം? 11-ാം അധ്യായം. എത്ര മുതലുള്ള വാക്യങ്ങളാണ്? 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിച്ചത്. പ്രത്യേകമായിട്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും സുന്ദരമായൊരു വചനമുണ്ട്. അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധചിത്രമുള്ള ഭവനവും വീണ്ടു പോകും. അതിൽ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ്? സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. സഹോദരങ്ങൾ തമ്മിൽ ഒരുമയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം ഉത്തരോത്തരം വളർന്നു വരും. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ അന്ധചിത്രമാണ് പല കുടുംബങ്ങളുടെയും പ്രശ്നം. സഹോദരന് സഹോദരന്മാരെ കാണാൻ പാടില്ല, അപ്പനും മക്കളും ചേർന്ന് പോകില്ല, മക്കളും മാതാപിതാക്കൾ ചേർന്ന് പോകത്തില്ല, സഹോദരങ്ങൾ തമ്മിൽ ചേർന്ന് പോകത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ളൊരവസ്ഥ. നമ്മുടെയൊക്കെ കുടുംബജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അന്ധചിത്രം എവിടെയുണ്ടോ ആ കുടുംബം നശിച്ചു പോയിട്ടുണ്ട്. അന്ധചിത്രം എവിടെയുണ്ടോ പരസ്പരം ബഹുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ, പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പരസ്പരം വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, പരസ്പരം കൊണ്ടു നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഏത് കുടുംബത്തിലുണ്ടോ ആ കുടുംബം നശിച്ചു പോയിട്ടുണ്ട്. അത് ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ തന്നെ, മക്കൾ മാതാപിതാക്കളുടെ ഇടയിൽ തന്നെ, എങ്ങനെയൊക്കെ ഉണ്ടോ ആ കുടുംബം നശിച്ചു പോയിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു. ഒത്തിരി മക്കളുണ്ടാകും, ഒന്നിച്ച് താമസിച്ചതാണ്. ഇന്ന് അണുകുടുംബങ്ങളാണ്. കാരണം എന്താ? പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റണില്ല, പലപ്പോഴും ചേർന്ന് പോകാൻ പറ്റണില്ല, പലപ്പോഴും ക്ഷമിക്കാൻ പറ്റണില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥ ഏതാ? ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയാം, അന്ധചിത്രം എവിടെയുണ്ടോ ആ കുടുംബം നശിച്ചു പോകും. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിക്കുക. നല്ല തീരുമാനം എടുക്കാനാ ഇന്നത്തെ സുവിശേഷം പറയുന്നത്. നല്ല തീരുമാനം എടുക്കുക. എന്താണ് ചെയ്യേണ്ടത്? അന്ധചിത്രം ഇല്ലാതെ കുടുംബം മുന്നോട്ട് പോവുക. അന്ധചിത്രം ഇല്ലാതെ എങ്ങനെ കൊണ്ടുപോകാം? പരസ്പരം ക്ഷമിക്കേണ്ടി വരും. ഏത് ബന്ധത്തിലും പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഏത് കുടുംബത്തിലും പ്രശ്നമുണ്ട്. ഏത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട്. മക്കൾ മാതാപിതാക്കളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു ബന്ധവുമില്ല. ആ പ്രശ്നങ്ങളുള്ള ബന്ധത്തിൽ പരസ്പരം ക്ഷമിക്കാൻ പറ്റിയ, കുറച്ചൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റിയ, കുറച്ചൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയ, കുറച്ചും കൂടിയൊക്കെ താഴ്മയോടെ പെരുമാറാൻ പറ്റിയ, പരസ്പരം ബഹുമാനിക്കാൻ പറ്റിയ ആ കുടുംബം, ആ ബന്ധം എന്നും നിലനിൽക്കും. ഞാൻ എപ്പോഴും ഈ കല്യാണത്തിൻ്റെ സമയത്ത് പറയുന്ന പ്രസംഗത്തിൽ പറയുന്ന ഒരു ടോക്ക്, ഒരു കാര്യം ഇങ്ങനെയാണ്: പരസ്പരം ബഹുമാനിക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ ബഹുമാനിക്കാൻ പറ്റുമോ? അത് കൊച്ചാണെങ്കിലും വലുതാണെങ്കിലും പ്രായമുള്ളതാണെങ്കിലും അറിവ് കുറവുള്ളവനാണെങ്കിലും എത്ര പോരായ്മ ഉള്ള വ്യക്തിയാണെങ്കിലും ബഹുമാനിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള വ്യക്തികളോട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ ബഹുമാനിക്കുക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, പണമില്ലാത്തവനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും, അധികാരമുള്ളവനാണെങ്കിലും അധികാരമില്ലാത്തവനാണെങ്കിലും ഒന്ന് ബഹുമാനിച്ചു നോക്കിയേ. ആ ബന്ധത്തിൽ എത്ര കുറവുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പരസ്പരം ബഹുമാനിക്കാൻ പറ്റുക. അപ്പോൾ അവിടെ അന്ധചിത്രം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ അന്ധചിത്രം ഇല്ലാണ്ട് മുന്നോട്ട് പോകാനൊന്ന് പരിശ്രമിക്കുക. പരസ്പരം ബഹുമാനിക്കുക. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുക, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുക, മക്കളെ ബഹുമാനിക്കുക, സഹോദരങ്ങളെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഇതൊക്കെയാണ് അന്ധചിത്രം ഇല്ലാണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക, ജാഗ്രത എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയണേ. ജാഗ്രത എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ഓർക്കണം, നമ്മൾ പലപ്പോഴും പൈശാചിക ബന്ധനങ്ങളിൽ പെടാനുള്ളൊരു വാസന നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞു നോക്കിയാൽ, ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്താ ഈ വചനം പറഞ്ഞു വയ്ക്കുക? വചനം പറഞ്ഞു വയ്ക്കുന്ന രണ്ടാമത്തെ കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ജാഗ്രതയോടെ ജീവിക്കുക.
എപ്പോഴാണ് ഒരു കള്ളം തന്നെ കള്ളം വരുന്നതെന്ന് അറിഞ്ഞാൽ ഒരു വീട്ടുകാരൻ കിടന്നുറങ്ങോ? ഇല്ല. അവൻ കാത്തിരിക്കും, നോക്കിയിരിക്കും അവൻ എപ്പോഴാണ് വന്നെ അവനെ പിടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് ജാഗ്രത കൊടുത്ത് അവൻ ഉണർന്നിരിക്കും കള്ളൻ എപ്പോഴാണ് വന്നേന്ന് അറിഞ്ഞാൽ. നമുക്കറിയാൻ പാടില്ല എപ്പോഴാണ് പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, എപ്പോഴാണ് ബുദ്ധിമുട്ടുകൾ വരിക. തമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുക, ശക്തൻ ആയുധധാരിയായിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ജാഗ്രതയോടെ ജീവിക്കുക. ഒരു കാര്യം മുന്നിൽ കാണുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിച്ചെടുക്കാനുള്ള വിവേകം നമുക്കുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പഠിക്കുക. ഒരു ബന്ധം തെറ്റായ ബന്ധമാണോ ചീത്തയായ ബന്ധമാണോ നമുക്കറിയാം. അത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ എവിടെയാണ്, ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളമാണെന്നും തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളമാണെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഒരു അപ്പനും അമ്മയും കൗൺസിലിങ്ങിന് വന്നു. ഒരു തെറ്റായ ബന്ധത്തിൽ പെട്ടുകിടക്കുന്ന ഒരു പെങ്കൊച്ച. അവളോട് ഞാൻ പറഞ്ഞു, മോളെ ഇത് വേണ്ട നീ നിർത്ത്. അവൾ പറയാ പറ്റില്ല എനിക്ക്. ഞാൻ പറഞ്ഞു, മോളെ അത് നല്ല ബന്ധമല്ല. അവൾ പറയാ പറ്റില്ല, എനിക്കിത് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പനും അമ്മയും പിന്നിലിരുന്ന് കരയാ. ഞാൻ അവളോട് പറഞ്ഞു, മോളെ നിർത്ത്, കൗൺസിലിംഗ് വന്നതാ. ഞാൻ പറഞ്ഞു നിർത്ത്, തെറ്റാത്, നീ ഇത് പെട്ടുപോയതാ കൊച്ചു പെട്ടുപോയതാ, പക്ഷേ അറിയാണ്ട് പെട്ടുപോയതാ. ഞാൻ പറഞ്ഞു മോളെ അതിന് കയറി വാ. പറ്റില്ല, അവൾ അതിൽ തന്നെ പെട്ടുകിടക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോണ ചില സാഹചര്യങ്ങളുണ്ട്, പാപത്തിൻ്റെ അവസ്ഥകളൊക്കെ. ചിലപ്പോൾ ഈ ചില മക്കൾ പറഞ്ഞേക്കാം ഈ തെറ്റായ വീഡിയോ കാണൽ നമ്മുടെ പല മക്കൾക്കുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതിവാക്കൾ പറയുന്ന ഏറ്റവും മെയിനായിട്ടൊരു റീസണാണ് തെറ്റായിട്ടുള്ള വീഡിയോകൾ കണ്ടുപോയിട്ടുണ്ട്, പെട്ടുപോയി. അതിൽ നിന്ന് തിരിച്ചു കയറാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? അപ്പോൾ ജാഗ്രതയോടെ ജീവിക്കണമെന്നാണ് തമ്പുരാൻ പറയുക. ചിലപ്പോൾ മാതാപിതാക്കളെ എതിർത്ത് സംസാരിച്ചു ഒരു സോറി പറയാനുള്ളൊരു മനസ്സ് മക്കൾ കാണിക്കാറുണ്ടോ? അവിടെയാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം, മറ്റുള്ളവരെ ബഹുമാനത്തോടെ കാണാൻ പഠിക്കുക, അന്തചിത്രം ഇല്ലാണ്ട് കുടുംബം കൊണ്ടുപോകാൻ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ജാഗ്രതയോടെ ജീവിക്കുക. തെറ്റ് എപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാം, അത് മനസ്സിലാക്കി ജാഗ്രതയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ജീവിക്കാൻ വിശുദ്ധ അൽഫോൻസമ്മ പുണ്യവതിയുടെ ജീവിതത്തിൽ വളരെ സുന്ദരമായൊരു കാര്യമുണ്ട്. പാപം ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ അൽഫോൻസ പുണ്യവതിയുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി വേണ്ടെന്ന് വെച്ചവളായിരുന്നു അൽഫോൻസ പുണ്യവതി. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി പല കാര്യങ്ങൾ അവൾ വേണ്ടെന്ന് വെച്ചു. അവൾ ജീവിതത്തിൽ എപ്പോഴും സഹനങ്ങൾ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? സുഖത്തിൻ്റെ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടിയാണ്, സന്തോഷങ്ങളുടെ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടി അവൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്, ദൈവമേ എനിക്ക് സഹനങ്ങൾ താ, എനിക്ക് വേദനകൾ താ, എനിക്ക് സങ്കടങ്ങൾ താ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ സഹനം എനിക്ക് തരല്ലേ, ഈ വേദന എനിക്ക് തരല്ലേ, ഈ സങ്കടം എനിക്ക് തരല്ലേ. അത് അൽഫോൻസ പുണ്യവതിയും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും. അൽഫോൻസ പുണ്യവതി എപ്പോഴും സഹനങ്ങൾക്ക് വേണ്ടി, കണ്ണീരിന് വേണ്ടി പ്രാർത്ഥിച്ചവളാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതോ തെറ്റിലേക്കൊരു ചായ്വ് നമുക്ക് എപ്പോഴും വരിക. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അൽഫോൻസ പുണ്യവതിയും ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃകകളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട മാതൃകകളാണ്. അവർ ജീവിതത്തിലെ സഹനങ്ങളുടെ പിന്നിലൂടെ കർത്താവിനെ തേടി, നമ്മളോ സന്തോഷങ്ങളുടെ പിന്നിലൂടെ കർത്താവിനെ തേടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുക. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റോടെ കാണാൻ ഞാൻ പഠിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ജാഗ്രതയോടെയാണോ ഞാൻ ജീവിക്കുക? ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനമെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഇന്ന് കർത്താവെ എന്നോട് ഞങ്ങൾ ഏറ്റു പറയുന്നു എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ അങ്ങയോട് ഞങ്ങൾ ഏറ്റു പറയുന്നു. സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവയിൽ നയിക്കുന്ന ബഹുമാനപ്പെട്ട ചിനുവച്ചനെയും ഈ ഇടവകയിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പരിശുദ്ധമായ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, അങ്ങയെക്കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്ന് ഞങ്ങളെ വിശുദ്ധിയിൽ വളരാൻ പ്രാപ്തരാക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ എല്ലാവരെയും ആത്മീയവും ശാരീരികവുമായ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ ഇടവകയിൽ രോഗികളായി കഴിയുന്ന എല്ലാവരെയും സൈക്യം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, വിദ്യാർത്ഥികളായ ഞങ്ങൾ ഓരോരുത്തരിലും അങ്ങയുടെ പരിചരണവനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടരുകയും ചെയ്യട്ടെ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു. തിരുമുൻപിൽ എന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ നീ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ തമ്പുരാനെ. പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ തരണേ. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. പലവിധ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവരെ അനുഗ്രഹിക്കണേ. പഠിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് 10ാം ക്ലാസ്സിൽ പ്ലസ് 2-ലൊക്കെ പഠിക്കുന്ന മക്കൾ, വിവിധങ്ങളായ കോഴ്സുകൾ ചെയ്യുന്നവർ, വിദൂരങ്ങളിൽ പഠനത്തിനായിട്ട് പോയിട്ടുള്ളവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ അടിമത്തങ്ങളിൽ കഴിയുന്ന മക്കൾ, ദൈവമേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. ഞങ്ങളുടെ സങ്കടങ്ങൾ കാരണേ, ഞങ്ങളുടെ വേദനകളെ ചേർത്ത് പിടിച്ച് സഹിക്കാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിന് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ രാജാവ് നമ്മുടെ കൂടെ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും താപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമ്പോഴും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന്റെ നിസ്സവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സ്ത്രീയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്
മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനെയും മാമോദീസായും ശരീരത്തിനെയും നിത്യായുസ്സങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരൻ വിശാൽ ഞങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൊവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സത്യദൈവസോനുവേ നിത്യസ്നേഹരൂപനേ യേശുവേ യേശുവേ കൈതൊഴുന്നേരങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റ് പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വേദിയിൽ ബലിവേദിയിൽ ഓസ്തിയിൽ തിരുവോസ്തിയിൽ വാണിടും മഹോന്നത ആരാധന. വേദിയിൽ ബലിവേദിയിൽ ഓസ്തിയിൽ തിരുവോസ്തിയിൽ
നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തടക്കദോഷങ്ങൾ, രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഈശോയെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആകുലതകളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിനും ഐക്യത്തിനും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ്, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുടെ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.